നമ്മുടെ നാട്ടിലിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഒരുപാട് ഇസ്ലാം മതവിമർശകരെ കാണാൻ കഴിയും. അതായത് മതവിമർശനത്തിനായി മാത്രം എക്സ്ക്ലൂസീവ് ചാനലുകളും ഫേസ്ബുക്ക് പേജുകളും ഒക്കെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് എക്സ് മുസ്ലിമുകൾ ഇപ്പോൾ ഉണ്ട് എന്ന്. എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിഭാസം മറ്റു മതങ്ങളിൽ ഇത് കാണുന്നില്ലല്ലോ? ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു ചിന്തയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന പലരും ഇസ്ലാമിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് വീഡിയോസ് ഇടുന്നു. യൂട്യൂബിലൂടെയും അല്ലാതെയും വിശ്വാസികളുമായി നിരന്തരം സംവാദം, ചർച്ചകളൊക്കെ നടത്തുന്നു. നിരന്തരം ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, സാധാരണക്കാരായ വിശ്വാസികൾ വരെ ഇവരെ വിളിച്ച് മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ചെറിയ രീതിയിൽ ആശയ സംവാദം നടത്താനും തയ്യാറാകുന്നു. ഉദാഹരണത്തിന് ആരിഫ് ഹുസൈൻ എന്ന വ്യക്തിയുടെ ചാനലിൽ അയാൾ നടത്തുന്ന കോയ കോളിംഗ് എന്ന പരിപാടിയിൽ സ്ത്രീകളടക്കം വിളിച്ച് ചർച്ചയിൽ ഏർപ്പെടുന്നതും പരാതിയും പരിഭവവും പറയുന്നതും ചൂടാകുന്നതും ചിലതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നതും കണ്ടു. എന്നാൽ ഏതെങ്കിലും ഒരു എക്സ് ഹിന്ദുവോ എക്സ് ക്രിസ്ത്യനോ ഇങ്ങനെ ചെയ്യുന്നത് ഇതുവരെ എന്റെ കണ്ണിൽപ്പെട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഈയിടെയായി ഇസ്ലാം മതം കൂടുതലായി വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം? എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, അതിന്റെ ചട്ടക്കൂട് ഇത്തിരി കട്ടി കൂടിയതാണ് എന്നതാണ്. അതായത് അത്ര ഈസിയായി അങ്ങ് പുറത്തു പോകാൻ പറ്റില്ല എന്ന്. ഒരാൾക്ക് എക്സ് ഹിന്ദു ആകാനോ എക്സ് ക്രിസ്ത്യൻ ആകാനോ പറ്റുന്ന അത്ര എളുപ്പത്തിൽ എക്സ് മുസ്ലിം ആകാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾക്ക് ഈ അടുത്ത് ഒരു മെയിൽ കിട്ടിയിരുന്നു. ഒരു എക്സ് ഇസ്ലാം മത വിശ്വാസിയാണ് അത് അയച്ചത്. പക്ഷെ അയാൾ ഇപ്പോൾ ഒരു വിശ്വാസി അല്ല എന്ന കാര്യം അയാൾ തന്റെ കുടുംബത്തിലുള്ള ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. പേടി കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അവർക്കത് താങ്ങാൻ കഴിയില്ല. അവരില്ലാതെ തനിക്ക് ജീവിക്കാനും കഴിയില്ല. അവരിതറിഞ്ഞാൽ തന്റെ കുടുംബ ജീവിതം തന്നെ താളം തെറ്റും. തനിക്കിതൊന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കാനും കഴിയില്ല എന്നാണ് മെയിലിൽ പറയുന്നത്. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാണ് മെയിൽ അവസാനിച്ചത്. സത്യത്തിൽ ഇയാളുടെ പ്രശ്നത്തിനുള്ള മറുപടി എനിക്ക് പറയാൻ കഴിയുമായിരുന്നില്ല. കാരണം അത് ശരിക്കും ഒരു എക്സ് മുസ്ലിമിന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. മതം വിടൽ, അത് വീട്ടിൽ അവതരിപ്പിക്കൽ, അതൊരു ഭീകര പ്രശ്നമായി മാറൽ, ഇതൊന്നും ഇതുപോലെയല്ല മറ്റു മതങ്ങളിൽ സംഭവിക്കാറുള്ളത്. ഉദാഹരണത്തിന് ഒരു സാധാരണ ഹിന്ദുവിന് വായനയിലൂടെയും മറ്റും മതവിശ്വാസവും ദൈവവിശ്വാസവും നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ. അയാൾ പൊതുവെ ഒരു കൾച്ചറൽ ഹിന്ദുവായി തുടരും. എന്താണ് ഈ കൾച്ചറൽ ഹിന്ദു എന്നാണോ? അതായത് ഓണം ആഘോഷിക്കും, അമ്പലത്തിലെ ഉത്സവം ആഘോഷിക്കും, വെടിക്കെട്ട്, ചെണ്ടമേളം, അമ്പലത്തിലെ പായസം, ഇങ്ങനെ നമ്മുടെ കാലങ്ങളായി തുടർന്നു വന്ന ആഘോഷങ്ങളൊക്കെ ആഘോഷിച്ച് സന്തോഷിക്കും. അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം, വിശ്വാസം ഇതിനെയൊക്കെ തള്ളിക്കളയുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ മനുഷ്യന് ആവശ്യമായ സാമൂഹിക കൂട്ടായ്മ, ആഘോഷം, സന്തോഷം ഇതൊക്കെ അവിടെ തന്നെ കാണുകയും ചെയ്യും. അതേസമയം നമുക്ക് താല്പര്യമില്ലാത്ത, ലോജിക് ഇല്ലാത്ത വിശ്വാസങ്ങളെ വേണ്ടെന്ന് വെക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ സാമൂഹികമായി ഒരു ഭ്രഷ്ട് കിട്ടുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാകാറില്ല എന്ന് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ എക്സ് ഹിന്ദുക്കൾക്കും ഫാമിലിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് താലികെട്ടൽ, പൂജാരിയെ കൊണ്ടുവരൽ, നൂലുകെട്ട് തുടങ്ങിയ ആചാരങ്ങൾ വിശ്വാസമില്ലെങ്കിലും ഒരു ചടങ്ങ് പോലെ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അതൊക്കെ വല്ലപ്പോഴും ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് പ്രശ്നമാകാറില്ല. അതായത് ഒരു എക്സ് മുസ്ലിമിന് ദിവസവും താല്പര്യമില്ലാതെ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെ അപേക്ഷിച്ച് ഇതൊന്നുമല്ല. 5 പ്രാവശ്യം നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നത്, അങ്ങനെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബം, കൂട്ടുകാർ, നമ്മൾ വളർന്ന സമൂഹം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഒരു മുസ്ലിം എക്സ് മുസ്ലിം ആകുമ്പോൾ ഈ കൾച്ചറൽ മുസ്ലിം എന്നത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. സാമൂഹികമായി ആ വ്യക്തി ഒറ്റപ്പെടുന്നു. മുസ്ലിം എന്നത് ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയായി കൊണ്ടു നടക്കാനും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാനും കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുക്കാനും കഴിയുന്ന ഒരു കൾച്ചറൽ മുസ്ലിമായി അയാൾക്ക് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പേടിയുടെ ആവശ്യം വരില്ലല്ലോ. എക്സ് മുസ്ലിംസ് ഇസ്ലാം മത വിമർശനം ഇത്രയും ആക്റ്റീവായി ചെയ്യുന്നതിന്റെ പുറകിലെ ഒരു പ്രധാന കാരണവും ഇതായിരിക്കാം. തങ്ങൾക്ക് ശരിയെന്ന് ബോധ്യമെന്ന ഒരു കാര്യത്തിൽ ആ രീതിയിൽ ജീവിക്കാൻ തങ്ങളുടെ മതസമൂഹം സമ്മതിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നും ഇതൊക്കെ ശരിയല്ലെന്ന് സമൂഹത്തെ അറിയിക്കണമെന്നും തോന്നുമല്ലോ. അടുത്ത കാരണം മതത്തിന്റെ വ്യക്തികളിലേക്കുള്ള അമിതമായ കടന്നുകയറ്റമാണ്. ഇൻസ്റ്റയിലും FBയിലും ഒക്കെ ചില റീൽസ് ഒക്കെ ഉണ്ട് ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ഇസ്ലാം മത വിശ്വാസികൾ തന്നെ ആകണമെന്ന് പോലുമില്ല. എന്നിരുന്നാലും കടുത്ത സ്ത്രീ വിരുദ്ധതയാണ് എല്ലാത്തിന്റെയും തീം. മതങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം മണ്ടൻ റീലുകൾ എല്ലാ മതത്തിൽ നിന്നും വരാറുണ്ട്. പക്ഷെ ഇസ്ലാമിലെത്തുമ്പോൾ അതിന് മതപുസ്തകവുമായി കടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അതിനെ എതിർക്കാൻ ഭയമാണ്. സ്ത്രീ വിരുദ്ധത, ട്രാൻസ് വിരുദ്ധത, ഹോമോഫോബിയ തുടങ്ങിയ ആധുനിക കാലത്ത് ഏറ്റവും മോശമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് ഇസ്ലാം മതമാണ് നമ്മുടെ നാട്ടിൽ. പുറകെ മറ്റു മതങ്ങൾ വരുമെങ്കിലും ഏറ്റവും ശക്തമായി ന്യായീകരിക്കുന്നത് ഇവരാണ്. ഇങ്ങനെ ആധുനിക മൂല്യങ്ങൾക്കെതിരായി ശക്തമായി നിൽക്കുന്നത് കാണുമ്പോഴും അത് കാരണം മതം വിട്ടവർക്ക് ഓപ്പണായി തന്നെ അതിനെയൊക്കെ വിമർശിക്കണമെന്ന് തോന്നുന്നുണ്ടാകാം. അടുത്ത കാരണം സെലക്ടീവ് ക്രിറ്റിസിസം ആണെന്ന് തോന്നുന്നു. അതായത് പലസ്തീൻ ഇസ്രായേൽ വിഷയം നമ്മുടെ നാട്ടിൽ ഇസ്ലാം പണ്ഡിതന്മാർ നിരന്തരം ഉന്നയിക്കുന്ന ഒന്നാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഭരണത്തിൽ അവിടുത്തെ സ്ത്രീകളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കടുത്ത മൗനമാണ്. ഇത് കാണുമ്പോൾ തോന്നുന്ന അമർഷമാകാം എക്സ് മുസ്ലിംസിന്റെ വേറൊരു പ്രശ്നം. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു ഇരട്ടത്താപ്പുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടാകാം. അടുത്ത കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ മാത്രം തോന്നലാണ്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരു പുസ്തകം മാത്രം നന്നായി വായിച്ച് മനസ്സിലാക്കിയാൽ മതി എന്നതും ഒരു കാര്യമാണ്. അതുകൊണ്ട് സംഗതി കുറച്ചുകൂടി എളുപ്പമാണ് എന്നതാണ് ആ തോന്നൽ. അത് മാത്രമല്ല, ചെറുപ്പം മുതലേ മതകാര്യത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്നത് കൊണ്ടുകൂടി അത് എളുപ്പമായിരിക്കും. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമല്ല. എക്സ് മുസ്ലിംസ് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്ര ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം വിമർശനം നടത്തുന്നു എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തോന്നിയ ചില കാര്യങ്ങളാണിവ. അതെന്ത് തന്നെയായാലും സാധാരണ മതവിശ്വാസികളുമായുള്ള ഈ സംവാദം, ഫോൺ വിളി പരിപാടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്നാണ്. മതം വിട്ടവരും മതത്തെ മുറുകെ പിടിക്കുന്നവരും തമ്മിൽ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പൊതുവെ മതദൈവ
സത്യദൈവ വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അഥവാ ചോദ്യം, ദൈവമില്ലെങ്കിൽ പിന്നെ ഭൂമിയിൽ തെറ്റ് ചെയ്തിട്ട് അതിന് ശിക്ഷ കിട്ടാത്തവരെ ആര് ശിക്ഷിക്കുമെന്ന ആശങ്കയാണ് എന്നാണ് ഒന്ന് രണ്ട് ഇത്തരം വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ദൈവമില്ലെങ്കിൽ പിന്നെ എന്ത് എന്ന ആശങ്കയാണ് അവരുടെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറ. അതൊരു നിഷ്കളങ്ക ചിന്തയാണ്. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാം മത വിമർശകർ ഇത്രയധികം കൂടി വരുന്നത്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.